ഗബ്രി വരാൻ കാത്തിരിക്കുകയായിരുന്നു ജാസ്മിൻ സങ്കടങ്ങളൊക്കെ പറയാൻ. എടാ എൻ്റെ മാലയും എൻ്റെ നിൻ്റെ ഫോട്ടോ, നിൻ്റെ ഓർമ്മയ്ക്കായി ഞാൻ വെച്ച ഫോട്ടോ ഒക്കെ അത്ത എടുത്തുകൊണ്ട് പോയടാ. അതായത് ജാസ്മിൻ്റെ വാപ്പാനെ കുറിച്ചാണ് ജാസ്മിൻ പറയുന്നത്. ആ ഫാമിലി ടാസ്കിൻ്റെ ഇടയിൽ വാപ്പായും ഉമ്മയും ഒക്കെ വന്ന് ഗബ്രിയുടെ ഓർമ്മകൾ ഇനി ഒന്നും വേണ്ട എന്നും പറഞ്ഞ് എല്ലാം എടുത്തുകൊണ്ട് പോയല്ലോ. അതിങ്ങനെ ജാസ്മിൻ പറയാണ് കേട്ടോ. അപ്പോൾ ഗബ്രി പറയുന്നുണ്ട്, നിൻ്റെ നല്ലത് വിചാരിക്കുന്ന ആൾക്കാരാണ് അവർ, നിനക്ക് നല്ലത് വന്നോന്ന് വിചാരിക്കുന്നവർ. അപ്പോൾ അവർ അതേ ചെയ്യുള്ളൂ. അതെടുത്തുകൊണ്ട് പോലും നീ സങ്കടപ്പെടുകയൊന്നും വേണ്ട. അവർ നിൻ്റെ നന്മ ഓർത്ത് ചെയ്തതായിരിക്കും, അല്ല നീ വിഷമിക്കുകയൊന്നും വേണ്ട എന്നൊക്കെ പറഞ്ഞ് സമാധാനിപ്പിക്കുകയാണ്. അതല്ലാണ്ട് ഗബ്രിക്ക് ഒന്നും ആ സമയത്ത് പറയാൻ പറ്റില്ലല്ലോ. അതിനിടയ്ക്ക് ജാസ്മിൻ പറയുന്നുണ്ട്, പുറത്തെ അവസ്ഥ എന്താണ്, നീ അവരെ വിളിച്ചായിരുന്നോ എന്നൊക്കെ. അതൊന്നും ഇപ്പോൾ പറയാൻ പറ്റില്ല എന്നപ്പോൾ ഗബ്രി തിരിച്ചു പറയാണ്. അതെല്ലാം പുറത്തിറങ്ങിക്കഴിഞ്ഞ് വിശദമായി നിനക്ക് മനസ്സിലാക്കിക്കോളും. ഇപ്പം അത് പറഞ്ഞു കഴിഞ്ഞാൽ ബിഗ് ബോസ് ഇപ്പം തന്നെ അശരീരി മുഴക്കും. ജാസ്മിൻ ആണെങ്കിൽ വാപ്പാനെ വിളിച്ചോ, വാപ്പ എന്തു പറഞ്ഞു, ആ പുറത്തെ അവസ്ഥ എന്താണെന്നൊക്കെ അറിയാൻ നല്ല താല്പര്യമുണ്ട്. പക്ഷെ ഒന്നും നടന്നില്ല. ഗബ്രി ഒന്നും വിട്ട് പറഞ്ഞില്ല.